ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ ഇറാൻ അതിവേഗം തീർക്കുമെന്ന് യുദ്ധ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ട്. ഇസ്രായേലിനേക്കാൾ നാവിക ശക്തി ഇറാനുണ്ട്. മാത്രമല്ല, ഇസ്രായേലിനേക്കാൾ 3 ഇരട്ടിയാണ് ഇറാൻ്റെ കരസൈന്യം. ഇറാൻ്റെ കരസൈന്യം ഇസ്രായേലിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പ്രയാസമായി മാറും. ലോകത്ത് ഏറ്റവും കൂടുതൽ കരസൈന്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്ന കരസൈന്യം ഇറാനുണ്ട്. കരസൈന്യം ശക്തമായ രീതിയിൽ ആക്രമിച്ചാൽ അവർ റവല്യൂഷണറി ഗാർഡെന്നാണ് അറിയപ്പെടുന്നത്. അവർ ശക്തമായ രീതിയിൽ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ഈസിയായി കീഴടക്കാൻ ഇറാന് സാധിക്കും. അതുതന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിന് സർവ്വ പിന്തുണയും നൽകിയിരിക്കുന്നത്. അതിന് അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇറാനിലേക്ക് ഇനിയൊരു ആക്രമണമുണ്ടായാൽ ഇസ്രായേൽ നിന്ന് കത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേലിനെ തുലച്ചു കളയും ഇറാൻ, അതിവേഗം തീർക്കും. ഒരാഴ്ച പോലും വേണ്ടി വരില്ല ഇപ്പോഴത്തെ ഇറാൻ്റെ കരുത്തിൽ ഇസ്രായേലിനെ തീർക്കാൻ. അതുതന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവർ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നത്. കളിപാറും, തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചാൽ നോക്കിയിരിക്കില്ല, തങ്ങൾ ഇസ്രായേലിനെ സംരക്ഷിക്കും എന്നൊക്കെ ബൈഡൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇറാനെ ഒന്ന് ഭയപ്പെടുത്തുക. പക്ഷേ തങ്ങൾക്ക് ഭയമില്ലെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനെ സഹായിച്ചാൽ അമേരിക്കയെയും ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ പരസ്യമായ രഹസ്യമാണ്. ഒരുപാട് ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. 9 തരം മിസൈലുകൾ ഈ ആക്രമണത്തിന് മുമ്പായി ഇറാൻ പ്രദർശിപ്പിച്ചിരുന്നു. വാഷിങ്ടൺ പോലും ന്യൂയോർക്കിൽ പോലും എത്തി. വാഷിങ്ടണിലും ന്യൂയോർക്കിലും എത്താവുന്ന ദൂരത്തിലുള്ള മിസൈലുകൾ, എത്താനുള്ള ശക്തിയുള്ള മിസൈലുകൾ, അതിശക്തമായ ആ മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ തീർക്കുക അതിവേഗമാകും. ഇസ്രായേലിൻ്റെ ജാതകം അതോടെ തീരും. ഹമാസുമായുള്ള യുദ്ധത്തിൽ ക്ഷീണിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിനിടയിലാണ് നെതന്യാഹു കയ്യടി വാങ്ങാൻ വേണ്ടി സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത്. ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ ഇസ്രായേൽ വിചാരിച്ചു അമേരിക്കയെ പേടിച്ച് ഇറാൻ ആക്രമിക്കില്ലെന്ന്. കേരളത്തിലെ സംഘികളും വിചാരിച്ചു ഇറാൻ ആക്രമിക്കില്ലെന്ന്. കേരളത്തിലെ സംഘികളൊക്കെ ഇപ്പോൾ ഇസ്രായേലിന് സ്തുതി പാടിക്കൊണ്ട് നടക്കുകയാണ്, ഓശാന പാടിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. തങ്ങളെ തൊട്ടാൽ ഇറാൻ അങ്ങനെയാണ്, അതിവേഗം പ്രതികരിക്കും. മാത്രമല്ല, 10 വർഷം ഇറാഖുമായി യുദ്ധം ചെയ്ത രാജ്യമാണ് ഇറാൻ. 10 വർഷത്തെ ഇറാനുമായുള്ള യുദ്ധത്തിലാണ് ഇറാഖിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന് തരിപ്പണമായത്, ആയുധശക്തി കുറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഇറാഖിനെ അമേരിക്ക സഹായിച്ചു, ഇറാനെ സോവിയറ്റ് യൂണിയൻ സഹായിച്ചു. ഇറാഖുമായുള്ള യുദ്ധം ഒടുവിൽ ഇറാഖിൻ്റെ പിന്മാറ്റത്തോടെ അവസാനിച്ചു. 10 വർഷം. ആ 10 വർഷം ഇറാഖിനെ എതിർത്ത, ഇറാഖിനോട് നിന്ന് പോരാടിയ ഇറാനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അന്നത്തെ ഇറാനേക്കാൾ വളരെ ശക്തരാണ് ഇന്നത്തെ ഇറാൻ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ കീഴടക്കും എന്നത് ഉറപ്പാണ്. ഇസ്രായേൽ ആക്രമണത്തിന് മുതിരുകയാണ്. വീണ്ടും തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ നെതന്യാഹു ശ്രമിക്കുന്നു.